അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ മന്ത്രവാദം ചെയ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുകയാണ്, പക്ഷെ ശരിക്കും അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ചുമ്മാ ഇരിക്കുമ്പോൾ തോന്നുവാണ് ഇപ്പോൾ നിസ്കരിക്കുകയാണോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ എന്തോ ചെയ്യുന്നതായി തോന്നുന്ന അവസ്ഥയിൽ എത്തി. ഒരു ദിവസം അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, കുറേ നേരത്തേക്ക് ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു അള്ളാഹു എനിക്ക് വഹ്യ ഇറക്കി എന്നാണ്, എന്നെ എങ്ങനെ ഞാൻ തന്നെ സുഖപ്പെടുത്താം എന്ന്. രണ്ടുപേര് എൻ്റെ അടുത്തേക്ക് വന്നു സ്വപ്നത്തിൽ. എന്നിട്ട് അടുത്ത് ഇരുന്നു. ഞാൻ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ തലയ്ക്കാണ് ഒരാൾ ഇരുന്നത്, മറ്റേയാൾ എൻ്റെ കാലിൻ്റെ ഭാഗത്താണ് ഇരുന്നത്. ഒരാൾ മറ്റേയാളോട് ചോദിച്ചു, എന്താണ് ഈ മനുഷ്യൻ്റെ രോഗം? മറ്റേയാൾ മറുപടി പറഞ്ഞു, മന്ത്രവാദം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇയാളെ. അപ്പോൾ ആദ്യത്തെ ആൾ ചോദിച്ചു, ആരാണ് ഈ മന്ത്രവാദം ചെയ്തത്? രണ്ടാമത്തെ ആൾ പറഞ്ഞു, ലബീദ് ബിൻ അൽ അസം ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ആൾ വീണ്ടും ചോദിച്ചു, എന്ത് സാധനങ്ങളാണ് അതിന് വേണ്ടി ഉപയോഗിച്ചത്? അപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഒരു ചീപ്പിൽ നിന്ന് കിട്ടിയൊരു മുടി, പിന്നെ ഈന്തപ്പനയുടെ പൂമ്പൊടിയുടെ തൊലി. അപ്പോൾ ആദ്യത്തെ ആൾ ചോദിച്ചു, അത് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? അപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞു, അത് ദർവാൻ കിണറ്റിൻ്റെ ഉള്ളിൽ ആകുന്നു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് പോയി, ആ കിണറിൻ്റെ അടുത്തേക്കാണ് പോയത്. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആ കിണറിനടുത്തുള്ള ഈന്തപ്പനകൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് പിശാചുകളുടെ തല പോലെ തോന്നിക്കുന്നു. അപ്പോൾ അവിടെ മന്ത്രവാദത്തിൻ്റെ എഫക്റ്റ് കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ പനയുടെ ആകൃതി അങ്ങനെ ആയിരുന്നിരിക്കും. തല പിശാചിൻ്റെ തല പോലെയാണ് അവിടെയുള്ള ഈന്തപ്പനകൾ കാണുന്നത്, ആ കിണറിൻ്റെ തൊട്ടടുത്തുള്ള. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾ അത് എടുത്തോ എന്ന് ചോദിച്ചു, അതായത് ഈ മന്ത്രവാദം ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല, കാരണം അള്ളാഹു എന്നെ സുഖപ്പെടുത്തി, അതെടുക്കാതെ തന്നെ സുഖപ്പെടുത്തി. പക്ഷേ എനിക്ക് ഭയമുണ്ട്, അതായത് എന്തോ മാരകമായ മന്ത്രവാദമാണ് ചെയ്തത്, അങ്ങ് തീരുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, പിശാചിൻ്റെ തലയെ കണ്ടിട്ടാണോ എന്താണോ ഇറങ്ങിയെടുക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. അപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് പേടിയാവുന്നു, ഇത്രയധികം വലിയ മന്ത്രവാദമൊക്കെ ആണെങ്കിൽ ബാക്കി ആളുകൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നീട് അദ്ദേഹം ആ കിണർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. ആയിഷത്ത കാലത്ത് സുഹറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ കാന യുഖയ്യലു ഇലൈഹി അന്നഹു യഫഅലു ശൈഅ വമാ യഫഅലുഹു ഹത്താ കാന ദാത യൗമി ദഅ ثم قال أشعرت أن الله أفتنا فيما فيه شفائي أتاني رجلان فقعد أحدهما عند رأسي والآخر عند رجلي فقال أحدهما للآخر ما وجع الرجل؟ قال مطبوب. قال ومن طبه؟ قال لبيد ابن العصم. قال في ماذا؟ قال في مشط ومشاقة وجف طلعة ذكر. قال فأين هو؟ قال في بئر ذروان. فخرج إليه النبي صلى الله عليه وسلم ثم رجع فقال لعائشة حين رجع نحلها كأنه رؤوس الشياطين. فقلت استخرجته؟ فقال لا، أما أنا فقد شفاني الله وخشيت أن يثير ذلك على الناس شرا ثم دفنت البئر. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങൾ ഉറങ്ങുമ്പോൾ പിശാച് 3 കെട്ടുകൾ ഇടുന്നു, തലയുടെ പുറകിലായിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഉണ്ട്, എല്ലാവർക്കും അതുണ്ട്. അവൻ ഓതുകയും ഊതുകയും ചെയ്യും ഓരോ കെട്ട് ഇടുമ്പോഴും. രാത്രിക്ക് ഭയങ്കര നീളമാണ്, അതുകൊണ്ട് നീ ഉറങ്ങിക്കൊള്ളുക. ആ മനുഷ്യൻ ഇനി എങ്ങാനും എഴുന്നേറ്റ് അള്ളാഹുവിനെ ഓർത്താൽ അവൻ്റെ ഒരു കെട്ട് അഴിഞ്ഞു പോകും. അവൻ വുളു എടുക്കുമ്പോൾ അവൻ്റെ രണ്ടാമത്തെ കെട്ട് അഴിഞ്ഞു പോകും. എന്നിട്ട് അവൻ നിസ്കരിക്കുമ്പോൾ അവൻ്റെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും. അവൻ എന്നിട്ട് രാവിലെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് എഴുന്നേൽക്കുന്നത്, നല്ല മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ നല്ല മൂഡിൽ, നല്ല ഹൃദയത്തോടു കൂടിയാണ് എഴുന്നേൽക്കുക. അതല്ലെങ്കിൽ അവൻ മടിയനായിട്ടും ചീത്തയായ ഹൃദയത്തോടെയും ചീത്തയായ ചിന്താഗതികളോടെയും ആയിരിക്കും അവൻ എഴുന്നേൽക്കുക. അതായത് ഇബ്ലീസ് നമ്മളങ്ങ് പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇബ്ലീസിൻ്റെ പിടിയിലാണ് നമ്മളെല്ലാവരും ഉറക്കത്തിൻ്റെ സമയത്ത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ അള്ളാഹുവിനെ ഓർക്കുക, വുളു എടുക്കുക, നിസ്കരിക്കുക. അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യഖിദു ശൈത്വാനു അലാ ഖാഫിയതി റഅസി അഹദികും ഇദാ ഹുവ നാമ സലാസ ഉഖദിൻ യദ്രിബു അലാ കുല്ലി ഉഖദത്തിൻ മകാനഹാ അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്
إن استيقظ فذكر الله نحلت عقدة فإن توضأ نحلت عقدة فإن صلى نحلت عقده كلها فأصبح نشيطا طيب النفس وإلا أصبح خبيث النفس കസ്ലാൻ. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇത് പറയപ്പെട്ടു, വലിയ അവതരിപ്പിച്ചു. ഒരു മനുഷ്യൻ കിടന്ന് ഉറങ്ങിപ്പോയി സൂര്യോദയം വരെ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സുബഹിക്ക് എണീക്കാൻ പറ്റാത്തത്. സൂര്യൻ ഉദിക്കുന്നതിന് ശേഷം എണീക്കാൻ പറ്റും, അതിനു മുമ്പ് പറ്റില്ല. അപ്പോൾ അതായത് അവൻ്റെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ടെന്ന്. അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല ദുകിറ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ നാമ ലൈലതൻ ഹത്താ അസ്ബഹ ഖാല ദാലിക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദുനൈഹി ഔ ഖാല ഫീ ഉദുനിഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങളിൽ ആരെങ്കിലും ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇങ്ങനെ പറയുക, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അല്ലേ അള്ളാഹ്, ഞങ്ങളെ നീ പിശാചിൽ നിന്നും സംരക്ഷിക്കണമേ, ഞങ്ങളുടെ സന്താനത്തെ പിശാച് സമീപിക്കുന്നതിൽ നിന്ന് നീ തടയണമേ, ഞങ്ങൾക്ക് നീ തരാൻ പോകുന്ന സന്താനത്തിനെ പിശാച് സമീപിക്കുന്നതിൽ നിന്നും നീ കാക്കണമേ. എന്നിട്ട് അവന് ഒരു കുട്ടി ഉണ്ടായാൽ, അതായത് ഈ ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാവുന്ന കുട്ടി, ആ കുട്ടിയെ പിശാച് ഒരിക്കലും ഉപദ്രവിക്കുകയില്ല. കാരണം അതുവാ സ്വീകരിച്ച ആ കുട്ടിയുടെ മേളിൽ അള്ളാഹു സംരക്ഷണം കൊടുക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അമാ ഇന്ന അഹദകും ഇദാ തഅഹ്ലഹു വഖാല ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന അശ്ശൈത്വാന വജന്നിബിശ് ശൈത്വാന മാ റസഖ്തഹ ഫറുസിഖ വലദൻ ലം യദുറു ശൈത്വാൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, സൂര്യൻ്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ വരിപ്പ് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ നമസ്കരിക്കരുത്, ആ സൂര്യൻ പൂർണ്ണമായും കാണാൻ പറ്റുന്നതുവരെ. അതുപോലെ തന്നെ സൂര്യൻ്റെ താഴത്തെ വരിപ്പ് കാണാതായാൽ, അതായത് അസ്തമിക്കാൻ തുടങ്ങുകയാണ് മലയുടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ദൂരത്തിൽ സൂര്യൻ്റെ താഴത്തെ വരിപ്പ് കാണാതായി, അങ്ങനെയായാലും നിങ്ങൾ നിസ്കരിക്കരുത്. ഇതൊക്കെ നമ്മൾ നമസ്കാരത്തിൽ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും ആ കറക്റ്റ് സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. പൊതുവെ അതുകൊണ്ട് ഹനഫി പള്ളികളിലൊക്കെ ചെന്നാൽ കാണാം, ബാങ്ക് വിളിക്കുന്ന സമയം കേരളത്തിന് പുറത്താണ് കണ്ടിട്ടുള്ളത്, അവർ ഒരു 5 മിനിറ്റ് സമയം ഗ്യാപ്പ് ഉണ്ടാവും. അതായത് സൂര്യാസ്തമയം ഇച്ചിരി കഴിയുമ്പോൾ ബാങ്ക് വിളിക്കുന്നു, അത് കഴിഞ്ഞ് നിസ്കരിക്കാൻ പിന്നെ ഒരു 2-3 മിനിറ്റ് കൂടെ ഉണ്ടാവും. സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. സുന്നത്താണോ അല്ലയോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. അതൊന്നല്ലെങ്കിൽ ഉദിച്ച് തീരണം, അതല്ലെങ്കിൽ അസ്തമിച്ച് തീരണം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തലാ ഹാജിബു ശംസി ഫദഉ സ്വലാത ഹത്താ തബ്റുസ വഇദാ ഗാബൽ ഹാജിബു അശംസ ഫദഉ സ്വലാത ഹത്താ തഗീബ. തൊട്ടുമുമ്പുള്ള ഹദീസിൽ നിന്നുള്ള തുടർച്ച. എന്നിട്ട് നിങ്ങൾ നമസ്കരിക്കാതിരിക്കുക സൂര്യോദയത്തിലോ അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിലോ. കാരണം സൂര്യൻ ഉദിക്കുന്നത് പിശാചിൻ്റെ തലയുടെ 2 വശങ്ങളിലൂടെ ആകുന്നു. അപ്പോൾ നിസ്കരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണവും നമുക്ക് കിട്ടി. വലാ തഹയ്യനു ബിസ്വലാത്തിക്കും തുലുഅ ശംസി വലാ ഗുറൂബഹ ഫഇന്നഹാ തത്ലുഉ ബൈന ഖർനൈ ശൈത്വാനിൻ അവിശൈത്വാനി ലാദ്രി അയ്യു ദാലിക ഖാല ഹിശാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലൂടെ ആരെങ്കിലും നടന്നു പോകാൻ ഉദ്ദേശിച്ചാൽ അവനെ തടയുക, അവൻ നിർബന്ധം പിടിച്ചാൽ അവനെ വീണ്ടും തടയുക, അവൻ വീണ്ടും നിർബന്ധം പിടിച്ചാൽ അവനുമായി യുദ്ധം ചെയ്യുക, എന്ന് വെച്ചാൽ അടി ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും മാരകമായി അവനെ തടയണം, അതായത് അടിച്ച് മാറ്റിക്കളയുകയോ തള്ളി വീഴ്ത്തിയിടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത് വഴക്കുണ്ടാക്കുക എന്ന്. അത് മുമ്പിൽ നടന്നു പോകരുത്. 3 പ്രാവശ്യം തള്ളിയിട്ടും മാറിയില്ലെങ്കിൽ അവനെ അടിച്ച് വീഴ്ത്തുകയോ തള്ളി മാറ്റിക്കളയുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. കാരണം അത് പിശാച് ആകുന്നു. അത് സാധാ മനുഷ്യനല്ല, പിശാചാണ് ആ പോകുന്നത്. ഇത് 509-ാമത്തെ ഹദീസിൽ നമ്മൾ കണ്ടതാണ്. അൻ അബീ സഈദ് അൽ ഖുദരി ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മറ ബൈന യദൈ അഹദികും ഷൈഉൻ വഹുവ യുസല്ലി ഫൽയംനഉഹു ഫഇന്നബാ ഫൽയംനഉഹു ഫഇന്നബാ ഫൽയുഖാതിൽഹു ഫഇന്നമാ ഹുവ ശൈത്വാനുൻ. മുഹമ്മദ് ഇബ്നു സിരീൻ വിശദീകരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നു റമളാനിലെ സക്കാത്തുൽ ഫിത്ർ സക്കാത്തിൻ്റെ കാര്യത്തിൽ. അത് മേടിക്കുക, കൂട്ടി വയ്ക്കുക, കൊടുക്കുക, ഇതൊക്കെ ആയിരിക്കും. ഒരു ആൾ എൻ്റെ അടുത്തേക്ക് വന്നു,
അതിൽ നിന്നും ആഹാര സാധനങ്ങൾ 2 കൈ കൊണ്ടും വാരി എടുത്തു. അവനെ ഞാൻ പിടിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, നിന്നെ ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുപോകും. എന്നിട്ട് അബൂ ഹുറൈറ പൂർണ്ണമായിട്ടും ആ ഹദീസ് വിശദീകരിച്ചു. കൂട്ടിച്ചേർക്കുന്നു, അവൻ, അതായത് ആ കള്ളൻ പറഞ്ഞു, നീ ഉറങ്ങാൻ പോകുമ്പോൾ ആയത്തുൽ കുർസി ഓതുക, അതായത് 2-ാമത്തെ സൂറത്ത് 255-ാമത്തെ ആയത്ത്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ കാവൽക്കാരൻ നിനക്ക് വേണ്ടി വരികയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. അതായത് ഒരു മലക്ക് വന്ന് നമ്മളുടെ അടുത്ത് വന്നിരുന്ന് നമ്മളെ കാക്കും. ശൈത്താൻ സുപ്രഭാതം വരെ നിൻ്റെ അടുത്ത് വരികയില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. അവൻ പക്ഷെ ശരിക്കും ഒരു നുണയനാണ്, ആ കള്ളൻ എന്ന് പറയുന്നത്. കാരണം അവൻ പിശാചാകുന്നു. അവൻ സാധാരണ സത്യം പറയാറില്ല, ഈ കാര്യം മാത്രം സത്യമാണ്. അൻ മുഹമ്മദ് ഇബ്നു സിരീന നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല വകല്ലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളി സകാത്തി റമളാന ഫാതാനി ആതിൻ ഫജഅല യഹ്സൗ മിന അത്വാമി ഫഅഖതു ഫഖുൽതു ലാ അർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ الحديث فقال إذا أويت إلى فراشك فقرأ آية الكرسي لن يزال من الله حافظ ولا يقربك شيطان حتى تصبح. فقال النبي صلى الله عليه وسلم صدقك وهو كذوب ذاك شيطان. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, പിശാച് നിങ്ങളിലേക്ക് വരും, എന്നിട്ട് പറയും, ആരാണ് ഇന്ന ആളെ സൃഷ്ടിച്ചത്, ആരാണ് ഇന്നതിനെ സൃഷ്ടിച്ചത്. അവസാനം അവൻ പറയും, നിൻ്റെ രക്ഷിതാവിനെ ആരാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഈ മലകൾ ഉണ്ടാക്കിയത് ആരാണ്, ഈ ചെടികൾ ഉണ്ടാക്കിയത് ആരാണ്. അപ്പോൾ നമ്മളെല്ലാവരും റബ്ബ് 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 അള്ളാഹു എന്ന് പറയും. അപ്പോൾ അവൻ ലാസ്റ്റ് വന്നിട്ട് ചോദിക്കും, അള്ളാഹുവിനെ ഉണ്ടാക്കിയത് ആരാണ്. അപ്പോൾ ആ ചോദ്യം ഇബ്ലീസിൽ നിന്നുള്ളതാണ്. അങ്ങനെ അവൻ അത്തരം ചോദ്യത്തിലേക്ക് എത്തിപ്പെട്ടാൽ ആ ആള് അള്ളാഹുവിൽ അഭയം ചോദിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ തേടിക്കൊള്ളട്ടെ, ആ തരം ചിന്താഗതികൾ ഉപേക്ഷിച്ചു കൊള്ളട്ടെ. അപ്പോൾ തവക്കൽതു അലല്ലാഹ് ആമൻതു ബില്ലാഹ്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുകയും അത്തരം ചിന്തകളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. قال أبو هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم يأتي الشيطان أحدكم فيقول من خلق كذا من خلق كذا حتى يقول من خلق ربك فإذا بلغت فليستعذ بالله വൽയൻതഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, റമളാൻ മാസം വരുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടുകയും, അതായത് നന്മകൾ ചെയ്യാനുള്ള സാധ്യത കൂടുന്നു, സ്വർഗത്തിൽ പോകാനുള്ള സാധ്യത കൂടുന്നു, നരകത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെടുകയും ചെയ്യും. അത് നരകത്തിലേക്ക് പോകാതിരിക്കാൻ, തെറ്റുകൾ കുറയാൻ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. എന്നിട്ട് പിശാചുകളെ ചങ്ങലയ്ക്ക് ഇടും. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല പിശാചിനെയും ചങ്ങലയ്ക്കിടുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി വസ്വാസം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന പിശാചുകളെ മാത്രമാണ് പൂട്ടിയിടുന്നത്. കാരണം അതല്ലെങ്കിൽ റമളാൻ മാസത്തിലും എല്ലാ പിശാചിനെയും അങ്ങ് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദു, ക്രിസ്ത്യാനി, യഹൂദന്മാരെല്ലാവരും കൂടെ പള്ളിയിലേക്ക് വരും. കാരണം അവരെ വഴിതെറ്റിക്കാൻ ആരുമില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മളുടെ മുസ്ലിങ്ങളിൽ തന്നെയാണെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ട് തുടരാറുണ്ട് റമളാനിലും കുറച്ച് പേരൊക്കെ. നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന പിശാചുകളെ മാത്രമാണ് പൂട്ടിയിടുന്നത്. നോമ്പുകാരന് മാത്രമായിരിക്കും അത് ബാധകം. അല്ലാഹു അലം. അന്നഹു സമിഅ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റമളാനു ഫുത്തിഹത അബ്വാബുൽ ജന്ന വഗുല്ലിഖത അബ്വാബുൽ ജഹന്നം വസുൽസിലത്തിശ് ശയാത്തീൻ. സൃഷ്ടി എങ്ങനെയാണ് ആരംഭിച്ചത് എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ പിശാചുകളുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, മലക്കുകളുണ്ട്, മന്ത്രവാദമുണ്ട്, അങ്ങനെ പലതും പഠിക്കുകയാണ്. പിന്നെ വേനൽക്കാലത്തുള്ള ചൂടും തണുപ്പ് കാലത്തുള്ള ഒരു ചൂട് കാറ്റും നരകത്തിൻ്റെ നിശ്വാസങ്ങളാണ് എന്നൊക്കെ പഠിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പല ഹദീസുകളും കാണുമ്പോൾ ഈ അധ്യായവുമായി ബന്ധമില്ലല്ലോ എന്ന് തോന്നിയേക്കാം. അതുകൊണ്ടൊന്ന് ഉണർത്തി എന്ന് മാത്രം. ഉബയ്യ് ഇബ്നു കഅബ് വിശദീകരിക്കുന്നു, അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു. പ്രവാചകൻ മൂസ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യനോട്, അല്ലെങ്കിൽ ഫത്ത എന്ന് പറയും ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ കുട്ടി, കൂടെ സാധനങ്ങളൊക്കെ ചുമണ്ടെടുക്കുകയും നബിമാർക്ക് സഹായിയായിട്ടൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഉള്ള പയ്യനോട് പറഞ്ഞു, നമ്മുടെ രാവിലത്തെ ആഹാരം കൊണ്ടുവരൂ. 18-ാമത്തെ സൂറത്ത് 62-ാമത്തെ ആയത്ത്. ഇത് അൽ കഹ്ഫാണ്. അൽ കഹ്ഫിൽ മൂസ അലൈഹിസ്സലാം ഹിദർ അലൈഹിസ്സലാമിനെ കാണാൻ വേണ്ടി പോകുന്ന വഴിയാണ് ഈ പറയുന്നത്. അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, അതായത് കുട്ടി പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നില്ലേ നമ്മൾ ആ പാറയുടെ അടുത്തേക്ക് പോയത്? അവിടെ വെച്ച് ഞാൻ മീനിനെ മറന്നുപോയി. അത് ശൈത്താനാണ് എന്നെ മറപ്പിച്ചത്.
18-ാം സൂറത്ത് 63-ാമത്തെ ആയത്ത്. പിന്നെ മൂസയ്ക്ക് അള്ളാഹു ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് ചെല്ലുന്നത് വരെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാസങ്ങളോ ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ കൊല്ലങ്ങളോ യാത്ര ചെയ്തിട്ടുണ്ടാവും, അള്ളാഹു ആയാലും നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു ക്ഷീണവും തോന്നിയില്ല. ആ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം തോന്നി. എപ്പോഴാണ് കഴിക്കാൻ മീൻ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ അവർ വേവിച്ച ഒരു മീനിനായിട്ടാണ് പോയത്. അപ്പോൾ ആ മീൻ അവിടെ വച്ച് ചാടിപ്പോയി. വേവിച്ച് പകുതി തന്ന മീൻ അവിടുന്ന് ജീവൻ വെച്ച് എണീറ്റ് പോയി. ആ രംഗമാണ് ഈ പറയുന്നത്. അത് മൂസ അലൈഹി ഇസ്ലാമും കണ്ടിരുന്നു, ഉണ്ടായിരുന്ന ഫത്തായും കണ്ടിരുന്നു. പക്ഷേ രണ്ടുപേരും മറന്നുപോയി അത്. എന്നിട്ട് അവർ വേണ്ടി യാത്ര തുടർന്നു. അപ്പോൾ ക്ഷീണം വന്നു. അള്ളാഹു ക്ഷീണം കൊടുത്തു നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങ് പോകുമല്ലോ അവർ. എന്നിട്ട് ആഹാരം കഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് ഓർമ്മ വരുന്നത്. മറവി പിശാചിൽ നിന്നുള്ളതാണെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹദ്ദസന ഉബയ്യ് ബിൻ കഅബ് അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്ന മൂസ ഖാല ലിഫതാഹു ആതിനാ ഗദാഅന ഖാല أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره ولم يجد موسى النصب حتى جاوز المكان الذي أمر الله به. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.